രാജ്യത്തെ വികസന കുതിപ്പിലേക്ക് വഴി തുറന്ന് ഒന്നാം ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ട്രയൽ റണ്ണിന് ഒരുങ്ങുന്നു. ഓണസമ്മാനമായി തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തുറമുഖത്തിന്റെ പ്രവർത്തനം ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യറും പറയുകയുണ്ടായി. ഈ വർഷം അവസാനത്തോടെ വ്യാവസായികാടിസ്ഥാനത്തിലും തുറമുഖം പ്രവർത്തനം തുടങ്ങും. തുറമുഖത്തിന്റെ ഭൂരിഭാഗം നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ 98%, ബ്രേക്ക് വാട്ടർ നിർമ്മാണം 92%, കണ്ടെയ്നർ യാർഡിന്റെ നിർമ്മാണം 74% കഴിഞ്ഞു. തുറമുഖത്തിന് ആവശ്യമായ ക്രെയിനുകളും ഡഗ്ഗുകളും മറ്റുപകരണങ്ങളും തുറമുഖത്തെത്തിയിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. നേരത്തെ 2045 പൂർത്തിയാക്കാനിരുന്ന ഈ ഘട്ടങ്ങൾ 4 വർഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് പദ്ധതി. ഇതോടെ ലോകോത്തര നിലവാരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളോടെ തുറമുഖം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. നിലവിൽ 800 മീറ്റർ നീളത്തിലുള്ള ബെർത്ത് സൗകര്യമാണ് തുറമുഖത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇത് 1200 മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് 2000 മീറ്ററാക്കും. കപ്പലുകൾക്ക് സുരക്ഷിതമായി തീരമടുക്കാൻ തിരമാലകളെ ശാന്തമാക്കുന്നതിനായി നിർമ്മിക്കുന്ന പുലിമുട്ട് 2 കിലോമീറ്റർ നീളത്തിൽ തയ്യാറായി. ഇത് 1 കിലോമീറ്റർ കൂടി നീട്ടുന്നുമുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് 4 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 10,000 കോടി രൂപയുടെ നിക്ഷേപമെങ്കിലും സംസ്ഥാനത്ത് എത്തുമെന്നാണ് പ്രതീക്ഷ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കപ്പലുകൾ സൃഷ്ടിക്കുന്ന വ്യവസായങ്ങളിൽ നിന്നുള്ള വരുമാനവും സർക്കാരിന് ലഭിക്കുന്ന നികുതിയും രാജ്യത്തിന്റെ പുരോഗതിയിൽ വലിയ മാറ്റമുണ്ടാക്കും. ലോക കപ്പൽ കമ്പനികളും അനുബന്ധ വ്യവസായ സ്ഥാപനങ്ങളും വിഴിഞ്ഞത്ത് സജീവമാകുന്നതോടെ വലിയ തൊഴിൽ വിപണിയും തുറക്കും. ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ തുറമുഖത്ത് നേരിട്ട് 600 പേർക്കും അല്ലാതെ 1000 പേർക്കും തൊഴിൽ ലഭിക്കും. പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമ്പോൾ നേരിട്ട് 1000 പേർക്കും അല്ലാതെ 2000 പേർക്കും തൊഴിൽ ലഭിക്കും. കൂടാതെ തുറമുഖവുമായി ബന്ധപ്പെട്ട് മറ്റ് വ്യവസായങ്ങളിലും ആയിരക്കണക്കിന് പേർക്ക് ജോലി കിട്ടും. ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലാകും കൂടുതൽ തൊഴിലുകൾ ലഭ്യമാകുക. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും തിരുവനന്തപുരം നഗരത്തിലെ വാഹന തിരക്ക് കുറയ്ക്കുന്നതിനുമായി നിർമ്മിക്കുന്ന നാവായിക്കുളം വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡും വലിയ മാറ്റങ്ങളുണ്ടാക്കും. റോഡിന് ചുറ്റുമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിന്റെ പദ്ധതി നടത്തിപ്പിനുള്ള അന്തിമ രൂപരേഖയിലേക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ചേരുന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമാകും. 8 സാമ്പത്തിക മേഖലകളിലായി തിരിച്ച് 34,000 കോടി രൂപയുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പൊതുസൗകര്യ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുന്നതിനാൽ സർക്കാരിന് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയുണ്ടാകില്ല. സ്വകാര്യ നിക്ഷേപകർക്ക് മികച്ച നിക്ഷേപ സാധ്യതകളും തെളിയും. 78 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന റോഡിന്റെ സ്ഥലമേറ്റെടുപ്പ് പുരോഗമിക്കുകയാണ്. റോഡ് നിർമ്മാണത്തിനൊപ്പം വ്യവസായ പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ഭൂഗർഭ റെയിൽവേ പാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി VN വാസവൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചിരുന്നു. നോൺ ഗവൺമെന്റ് റെയിൽവേ മാതൃകയിൽ നടപ്പിലാക്കുന്നതിന് ദക്ഷിണ റെയിൽവേയുടെ കരാർ ഒപ്പിട്ടു. നിർമ്മാണത്തിന് 5.53 ഹെക്ടർ സ്ഥലം വേണ്ടി വരുമെന്നാണ് കണക്ക്. ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാകും. 3.5 വർഷം കൊണ്ട് നിർമ്മാണവും പൂർത്തിയാകും. കൊങ്കൺ റെയിൽവേക്കാണ് നിർമ്മാണ ചുമതല.